കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? നല്ല ബെസ്റ്റ് മാച്ചിങ് കോസ്റ്റ്യൂം എന്ന് നിങ്ങൾ ഏറ്റവും അധികം വിചാരിക്കണ്ടായിരിക്കും. സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ എല്ലാം തലതിരിവാണല്ലോ. ഞാനിപ്പോ സത്യം പറഞ്ഞാൽ എവിടെ നിൽക്കണേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ തലതിരിവ് ആയതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് ആരെങ്കിലും ബീച്ചിൽ പോവോ? പക്ഷേ ഞങ്ങൾ സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് പോവും. നല്ല മഴയത്ത് നിങ്ങളെ കൊണ്ട് തെര ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിങ്ങനെ എണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് കടലിലേക്ക് പോവാണ്, അല്ലെങ്കിൽ തിരമാലകൾ എണ്ണാൻ വേണ്ടി പോവാണ്. സോ വെൽക്കം all of you. അതിനു മുമ്പ് തൊറയിലാശാനെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സ്വാഗതം ചെയ്യണ്ടേ? സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ തൊറയിലാശാനായിട്ടുള്ളത് ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആശാനാണ്. നമ്മുടെ മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം ട്രാക്ക് ഒന്ന് ചേഞ്ച് ചെയ്തു. നമ്മൾ വരെ ഞെട്ടിപ്പോയില്ല. സീരിയസ് ക്യാരക്ടേഴ്സ് ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമെന്ന് വേണം പറയാൻ. ഇടുക്കിയിൽ നിന്ന് നമ്മുടെ സ്വന്തം ജാഫർ ഇടുക്കി. ജാഫർക്ക, ഇടുക്കിയിലെ കടലുണ്ടോ? കടലുണ്ട്. കടലില്ല, കടലുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ കടലാണോ ഉള്ളത്? ഏത് പറയുന്നവർ? കടലയുണ്ട്, കടലും ഉണ്ട്. ആഹാ ചേച്ചി, അടിപൊളി. പേരെന്താ? ലക്ഷ്മി. എന്റെ പേര് വിളിക്കുന്നോ? ലക്ഷ്മി. ആ ചേച്ചി ലക്ഷ്മിയ. ഏത് തുറയുന്ന എല്ലാരും കൂടെ വരണേ? കണ്ണൂര്. അടിപൊളി. അപ്പോ എല്ലാ കണ്ണൂർക്കാർക്കും എന്താ പറയാ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അടിച്ചു വിളിക്കാൻ പോവാ. സോ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ബീച്ച് തീം, ഒരു കടൽ തീം വെച്ചിട്ടാണ് സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് പോണേ കേട്ടോ. സോ ഈ കടപ്പുറം തീം എന്ന് പറയുമ്പോ ജാഫർക്ക, നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? കടപ്പുറം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയും ക്ലബ് ചെയ്യുമ്പോ എവിടെ നിന്ന് നമ്മൾ തുടങ്ങും? നമുക്ക് ഈ സെറ്റിൽമെന്റ് മൊത്തം കാണുമ്പോഴേ ആദ്യം നമുക്ക് ചെമ്മീൻ പിടിക്കാം. നമ്മളെ അറിവിലൊക്കെ ചെമ്മീനല്ല ആദ്യം കടപ്പുറവും കടലും ഒക്കെ വന്നേ. അപ്പോ സ്റ്റാർ മാജിക്കില് ഈ കടപ്പുറം തീമില് നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നേരെ നമ്മള് ചെമ്മീൻ കാലഘട്ടത്തിലേക്കും ചെമ്മീൻ ഓർമ്മകളിലേക്കും പോവാണ്. അത് എങ്ങനെയാണ് കറക്റ്റ് ആവാൻ പോണെന്ന് അറിയണ്ടേ? ചെമ്മീനിന് നമ്മൾ തുടങ്ങാൻ പോവാ. മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്നു മത്തിയോ ജമ്മീനോ, മീനിന്ന് മത്തിയോ ജമ്മീനോ, ആർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, ആർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, ഒരു നല്ല കോരുതാ കടലമ്മേ, ഒരു നല്ല കോരുതാ കടലമ്മേ. പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി
കർച്ചമ്മ എന്നെ ഇട്ടേച്ച് പോയോ? ആ പോയി. ഞാൻ ഈ ഖടാപ്പുറത്ത് പാടി തൊണ്ട പൊട്ടി ഞാൻ ചാകും. അമ്മേ, ഇത് എൻ്റെ ഡയലോഗ് അല്ലല്ലോ, ഇത് പരീക്കുട്ടിയുടെ ഡയലോഗല്ലേ? ഡയലോഗ് മാറിപ്പോയി, എന്തേലും ആവട്ടെ. കടലിൽ പോയിട്ട് വരുമ്പോൾ കറുത്തമ്മയ്ക്ക് ഞാൻ ഒരു സാധനം, ഒരു വലിയ മീൻ കൊണ്ടുവരും. മത്തി. മത്തിയോ? എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ മത്തി. പുച്ഛിച്ച് തള്ളരുത്. മാർക്കറ്റിൽ ചെന്നൊന്ന് അന്വേഷിക്കണം. മത്തിക്ക് കിലോയ്ക്ക് 400 രൂപ. യൂസഫ് അലി പോലും 1/2 കിലോ മേടിച്ചിട്ട് ബാക്കി പറ്റിലെഴുതിക്കൊള്ളാൻ പറഞ്ഞേക്കുവാ. കർത്തമ്മയും അതുപോലെ തന്നെ ഈ പള്ളിയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം എന്താണാവോ? ബലേപേഷ്. ഇപ്പോ ട്രോളിംഗ് നിരോധനമല്ലേ, ഫ്രീ ആയിട്ടിരിക്കുക. അതുകൊണ്ട് സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നിട്ട് കുറച്ച് ട്രോൾ ഇരന്നു വാങ്ങാമെന്ന് കരുതി. അതെ, ഞങ്ങളും സീലാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പളനിയെ സ്രാവ് എന്നിട്ട് ഇങ്ങനെ ചുരുളിയിലേക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുപോയത്? ചുരുളിയല്ല, കീരിത്തോട്. ചുരുളിയല്ല, ചുഴി. ചുഴിയിൽ ഇങ്ങനെ താഴത്തേക്കല്ല പോണേ. ഞാൻ നിലത്ത് എന്നിട്ട് ഓപ്പോസിറ്റ് കറങ്ങിയപ്പോ കേറി വന്നു. അങ്ങനെയാണ് ഞാൻ മേളിലെത്തി ശ്രീ വിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്രാവ് ഒന്ന് വിഴുങ്ങിയിട്ട് പോയി. അങ്ങനെയാണ് പോയത്. ഞാൻ സ്രാവിന്റെ വയറിന്റെ ഉള്ളിൽ ചെന്ന് ഭിത്തിയിലടിച്ചിട്ട് പറഞ്ഞു, എന്നെ വെറുതെ വിടുവാണെങ്കിൽ തണ്ടും തടിയും ചൂരും ചുണയൊക്കെ ഉള്ള ബിനീഷ് ബാഷിനെ തരാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും ഈ സ്രാവ് ഒരൊറ്റ ഛർദിക്കല്. ആ ഛർദിയുടെ ഇടയിലൂടെ ഞാനിങ്ങനെ പുറത്തേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതെന്താ ബേന്ന് പറഞ്ഞത്? അത് ബേന്നല്ലേ പറഞ്ഞോളൂ, വേറെ കുറച്ച് സാധനം പറഞ്ഞു. ഞാൻ ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഈ ഇസ്രാവിനെ കുറിച്ച് ബിനീഷ് ബാസിന് ഒരു പാട്ട് പാടിയായിരുന്നു. ആ പാട്ട് പാടിയതിന് ശേഷം മാർക്കറ്റിൽ പോലും മീനിന് വിലയില്ലാണ്ടായി. അതെ, അതുകൊണ്ടാണ് ഈ സ്രാവ് ബേ എന്ന് കേൾപ്പിച്ച് ഞാൻ പുറത്തു വരാൻ കാരണം. അങ്ങനെയാണ്. എന്റെ കൊച്ചു മുതലാളി, അതോ എന്റെ കൊച്ചു മുതലാളി. അയ്യോ, കൊച്ചു മുതലാളി, ഞാൻ വരുന്നത്. അയ്യോ, എന്റെ കൊച്ചു മുതലാളി, എത്ര നാളെ നമ്മൾ കണ്ടിട്ട്. എന്റെ കൊച്ചു മുതലാളിക്ക് കർത്തമ്മ ഇപ്പോഴും ഇഷ്ടമാണോ? പറ കൊച്ചു മുതലാളി. കർത്തമ്മേ, ഭർത്താവോട് നിൽക്കുമ്പോ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കോലം വേറെ ആയി പോകും. എന്നാ പിന്നെ വരാം. വേണേ കൊണ്ടോക്കൂടാവേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെവി പറഞ്ഞിട്ടുണ്ട്. ഓ സൂപ്പർ. അങ്ങനെ ചെമ്മീൻ തീമിലേക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ. ചെമ്മീൻ വന്നു, ഇവരെ പറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. നേരെ നമ്മൾ ഇനി ആ എഫക്റ്റിൽ തന്നെ നേരെ നമ്മൾ അമരത്തിലേക്ക് പോവാൻ പോവാണ്. അവിടെ എന്താവുന്നുള്ളത് നമുക്ക് നോക്കാം. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? ആരടാ ആടിന്റെ കഴുത്തറുത്തിട്ടത് ഇവിടെ? അമരത്തിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് പുട്ടുറുമീസ് വന്ന് നിൽക്കണേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അമരത്തിലും മമ്മൂക്ക് ഇങ്ങനെ ഈ ചെമ്മീനിലെ പാട്ടിൽ വരണേ? അത് ചാനലുകാരോട് ചോദിക്കണം. ഇത് കോപ്പിറൈറ്റിന്റെ വിഷയമുണ്ട്. അമരത്തിലെ പാട്ടിന് ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ചുളിവിന് ഈ പാട്ടിൽ ഞാൻ നുഴഞ്ഞു കയറി വന്നതാണ്. അല്ല, എന്റെ എൻട്രി മുടങ്ങും. മാത്രമല്ല, ചെമ്മീൻ ഇവിടെ കിടന്ന് ചീഞ്ഞത് കാരണമാണ് അമരം കയറി വന്നത്. മനസ്സിലായല്ലോ? മുത്തേ, ഇതാരാണ് ഈ ആളിനെ കളിയാക്കാനായിട്ട്? ഇത് ഏതോ മൂത്ത മുട്ടനാടാന്ന് കരുതി വിളിക്കണായിരിക്കും. പെട്ടാട്. അല്ല, ഇതാര് കൊച്ചുരാമനാ? നീ ഇന്ന് കടാലിൽ പോയില്ലേ? എന്തോ, ഞാനിന്ന് കടലിൽ പോവാനായിട്ടിരുന്നാണ്. കടലും പരിവാരങ്ങളും ഇങ്ങാട് വന്നതുകൊണ്ട് ഞാനിവിടെ തന്നെ അങ്ങിരുന്നു. അത് കലക്കി. താങ്കളല്ലേ പറഞ്ഞത് ഞാൻ ചീഞ്ഞ് നിൽക്കുകയാണെന്ന്? ചീഞ്ഞ് ഐസിലിട്ട 2 സാധനങ്ങളാണ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. ആണോ? ഇനിയും വരാൻ കിടക്കുന്നു. രാഘവാ, അടിച്ചു കയറി വാ. അങ്ങനെ പറഞ്ഞ പുള്ളി വരില്ല. പിന്നെ എങ്ങനെയാണ്? അടിച്ചു കയറി വാ. അതാണ് അതിന്റെ പഞ്ച്. പുത്തൻവലക്കാരേ, പുന്നപ്പറക്കാരേ, പുറക്കാട്ട് കടപ്പുറത്ത് ചാകര ചാകര ചാകര. എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ്, എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ്, കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന ചാകര ചാകര.
കഷ്ടം ഇക്കിളാന്ന് തോന്നുന്നു. ഇച്ചിരി വെള്ളം എടുത്ത് കൂടിയടാ. ഇക്കിളാണെങ്കിൽ മാറും. വെള്ളമുണ്ടോ ആരാത് സിംഗിൾ കിട്ടി ഇത്രയും നാളെ അസീസിനെ കൊണ്ടായിരുന്നു അശോകൻ ചേട്ടന് ശല്യം. ഇപ്പൊ ഇവൻ തുടങ്ങി പിൻഗാമി. അയ്യോ അച്ഛാ, ഇതാണ് എന്റെ മകള് മുത്ത്. മുത്ത് എന്തൊരു കഷ്ടമാന്ന് പറയാ. ഈ മുട്ടനാട് എന്നെ കൊണ്ടേ പോകുന്ന തോന്നുന്നു. ഇതെന്റെ മകള്. ഇവളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്ന കണ്ട സ്റ്റാർ മാജിക് കിടന്ന അരി പറക്കുകയാണ്. ദേശം കൊണ്ട് നീ പറഞ്ഞ ചവനപ്രാശം ഞാൻ കൊണ്ടുണ്ട്. എന്താ സാധനം? ഞാനൊന്നും കേട്ടോ, എന്റെ മോളെ കെട്ടിയവന്റെ വിവരം കണ്ട. ചവനപ്രാശം വന്നു ശയനപ്രദക്ഷിണമെന്ന് പറഞ്ഞതാ. ചവനപ്രാശവും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാനേ പഴയ രാഘവനല്ല, സ്മാർട്ട് വാച്ചാ. സ്മാർട്ട് സമയം നോക്കണമെങ്കിൽ മേലാട്ട് നോക്കണം. അച്ഛാ എന്താണ് ഇവിടെ കെട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലി അച്ഛാ. മുത്തേ ഞാൻ കളിക്കുന്നില്ല. അപ്പന്റെ കല്യാണത്തിനും ഉപ്പ് വിളമ്പുന്ന ഞാനാണ്. അപ്പൊ കൂട്ടാനും കറിയൊന്നും ഇല്ലേ? ഉപ്പ് മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് ഇല്ല. ആ നല്ല തമാശ. രാഘവ, നീ അല്ലേ പറഞ്ഞത് പുറംകടലിൽ പോയി ഒരു കൊമ്പനെ കൊണ്ടുവരാന്ന്? എന്നിട്ട് എവിടെ? കൊമ്പനെ കിട്ടിയില്ല, പക്ഷെ ഒരു അലമ്പര കിട്ടി. ആണ്ട പറഞ്ഞു നോക്ക്. മലക്കോട് വന്നേ, മലക്കോട് വന്നേ. പാസിംഗ് സീൻ എന്തിനായിരുന്നു ഇതില്? മലങ്കോള് വന്നു പറഞ്ഞിട്ട് അവൻ എന്തിനാ അങ്ങോട്ട് ഓടിയത്? മലങ്കോൾ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലായിരിക്കും. ഇപ്പൊ മനസ്സിലായി അത് കണ്ടപ്പോ. കടപ്പുറത്തേക്ക് ഓടുകയാണ്, തിര ഒഴിഞ്ഞിട്ട് വേണം. അതാണ് മലങ്കോള്. മുണ്ടുമക്കാതെ ഇരിക്കുന്ന കഷ്ടം. അച്ഛാ ഇങ്ങനെ തല്ലി അച്ഛാ, ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. എടാ അച്ചുവേ, നീ എന്തിനാണോ നിന്റെ ബന്ധം കൈ കൊണ്ട് അവനെ നീ തല്ലിയത്? നിനക്കൊരു വടിയെടുത്തളിക്കാൻ പാടില്ലായിരുന്ന? സത്യത്തില് അവനെ അല്ല തല്ലേണ്ടത്, ഇത് കണ്ടു നിൽക്കുന്ന ഞങ്ങളെ തല്ലേണ്ടത്. നീ പരുഷ ഭാഷയിൽ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. പളനിപ്പാന്നു ഇവിടെ നിന്ന് പുഴുകൊണ്ട പളനിയുടെ അടുത്തേക്ക് പോവാ. ഹലോ രാഘവ, പങ്കായത്തിന്റെ തലയടിച്ചൊന്ന് പൊട്ടിക്കാവോ? എതിരാ എനിക്കൊന്നും കാണാൻ വയ്യേ. ഞങ്ങൾക്കും. അപ്പൊ ഓഡിയൻസ് പക്ഷെ ഒന്ന് ക്ഷമിക്കണം, രണ്ടുപേരെയും കൂടെ വിളിക്കാനുണ്ട്. അപ്പൊ ഒരാളൊന്നും ഇല്ലാത്തോണ്ട്, ക്യാരക്ടറിൽ ഒന്നും ഇല്ലാത്തോണ്ട് വലയുടെ തൊള്ള എണ്ണിക്കൊണ്ടിരിക്കുക അവിടെ. അടുത്തതായിട്ട് ഓമനപ്പുഴയിലേക്ക് നമ്മൾ പോവാണ്. ഓമനപ്പുഴ കടപ്പുറത്തേക്ക്. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ? ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ? കൂവാൻ വന്നവര്. രാധയും മാലും. ആരാ രാധ, ആരാ മാലു? രാധ. അത് മാലു ആയിരിക്കും അല്ലേ? ശരി. എനിക്ക് സ്റ്റാർ മാജിക്കിൽ ഏറ്റവും ഇഷ്ടം ലക്ഷ്മിയാ. ആണോ? താങ്ക് യു. ലക്ഷ്മിയുടെ കൂട്ടക്സും ഈ കമ്മലും ഈ ലിപ്സ്റ്റിക്. എന്റെ ലിപ്സ്റ്റിക് തരുമോ ലക്ഷ്മി? ഇന്നലെ ചന്തയിൽ പോയപ്പോ ലിപ്സ്റ്റിക് ഒക്കെ മേടിച്ചതല്ലേ? എല്ലാം തീർന്നടോ. ഇങ്ങനെ യൂസ് ചെയ്യുന്നോ? ഇങ്ങനെ യൂസ് ചെയ്ത് തീരും. 6 മാസം പ്രായ കുട്ടിയുടെ അരിത്തിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശാനെ നമ്മളെ ഡാൻസ് കൊള്ളായിരുന്നോ? ആശാനെ എന്തേ ആശാനെ ഡാൻസ്? ആശാനെ അശാനെന്നല്ലേ വിളിച്ച് ഇത്ര ഏതെങ്കിലും പണിക്കുപോ പോടാ.
മലങ്കോള് വന്നേ, മലങ്കോള് വന്നേ. ഏതാ മലങ്കോള്? ചാകര കടപ്പുറത്തിന് ഉത്സവമായി, ചാകര തെരപ്പുറത്തിന് മത്സരമായി. യുവമാരെ കടപ്പുറത്ത് കിടന്ന് മെഴുകും. മലങ്കോളം എന്ന് പറഞ്ഞിട്ട് 2 മലം കിഴങ്ങന്മാരാ പോയത്. അങ്ങനെയാണെങ്കില് ഈ തൊറയില് ഇവര് മാത്രല്ല കുറച്ച് ഇംഗ്ലീഷുകാരും കൂടെ വന്നിട്ടുണ്ട്, സായിപ്പുമാര്. പേര് വെച്ചപ്പോ ഒരാള് പറയാ എന്റെ പേര് ജാക്ക് എന്നാണെന്ന്, മറ്റൊരാള് പറയുന്നു ഇറ്റ്സ് മൈ നെയിം ഇസ് റോസ് എന്ന്. വിളിച്ചാലോ? മലയാളം പാട്ടിന് ജാക്കും റോൾസും ഡാൻസ് കളിക്കണം ആദ്യമായിട്ട് കാണുക. What these people are saying, baby? Oh my God. മാതൃഭാഷ കളിച്ചിട്ട് കേറിയില്ല, പിന്നെ നിന്റെ ഇംഗ്ലീഷ്. അവളുടെ എന്താ 2 ചത്ത സ്രാവുകൾ കിടക്കുന്നു, നമുക്ക് ഇന്ന് കുഴിച്ചിടാം. Okay, അവിടെ ഒരു മൺവെട്ടി എടുത്തിട്ട് വരട്ടെ. പോയി മൺവെട്ടി. അത് മൺവെട്ടിയാണോ? ഇത് മൺവെട്ടിയാണോ ചേട്ടാ? ബാറ്റാ? ബാറ്റ് ക്രിക്കറ്റ്. നിന്റെ ചാക്ക് ഭയങ്കര കോമഡി ആണല്ലോ. ആ ചാക്കിനകത്ത് എല്ലാം വാരി കെട്ടിക്കൊണ്ട് പോകും. മൈൻഡ് ചെയ്യണ്ട. ഇതൊക്കെ എന്താ? കടവരാൽ, കടൽ വരാൽ. What is this? നല്ല നാറ്റം. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, വെള്ളം പോയോ? വള്ളം ഇല്ല, പക്ഷെ ഓളം ഉണ്ട് നിന്റെ തലയ്ക്ക്. നമുക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളാരാ ഞങ്ങളുടെ സ്റ്റേജില്? I'm Jack, I'm Ross. I'm Jack. ഇവരുടെ സ്കിറ്റ് കഴിഞ്ഞിട്ട് വേണം കടലിൽ കൊണ്ടേ കളയാൻ. സ്രാവ് കടിച്ചു വെച്ച് കൊമ്മള വെട്ടി കളിക്കണം. ഇന്നപ്പോ എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു, എത്ര തെര എണ്ണി ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. തെര എണ്ണി ഇനിയും വരാനുണ്ട്, ഇനിയും വരാനുണ്ട്. ഇനി ആര് വരും? അവനൂടെ വന്ന് അനുഭവിക്കട്ടെ. മനസ്സിലായില്ല. അതൊക്കെ കൊണ്ട് വരുമ്പോ കണ്ടോ ലാലേട്ടൻ വരാനുണ്ട്. ഇവിടേക്കാ? എന്നാ വരട്ടെ. കണ്ടു കണ്ടു കടല് കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒത്തിരി നാളായി, ഒത്തിരി നാളായി, ഏലോ ഏലോ ഏലയ്യോ. ഒളിച്ച് കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. കളി പറഞ്ഞിട്ടൊത്തിരി നാളായി, ഏലോ ഏലോ ഏലയ്യോ. കെട്ടിപ്പിടിച്ചിട്ടും മുത്തിച്ചു വപ്പിച്ചും എത്ര നാളായി. കണ്ടു കണ്ടു കടല് കണ്ടു, കണ്ടു കണ്ടു കടല് കണ്ടിട്ട് എത്ര നാളായി. അയ്യാ ഒത്തിരി നാളായി. ലാലേട്ടൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവൻ ഇവിടെ കൊണ്ടുവന്നു. പൊള്ളാച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. പൊള്ളാച്ചല്ല, പേരൊന്നും പറയാൻ പാടില്ല. കയറി വന്ന് എന്തൊക്കെയാ പറയണേ? പിന്നെ പൊള്ളാച്ചല്ല, തിരുപ്പൂര്. തിരുപ്പൂരല്ല, പളനി. പളനി. പളനി എല്ലാ കിടക്കുകയല്ല. പളനി, എന്റെ ദേവി ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പറഞ്ഞ കേട്ടാത്തൊന്നും ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയ പോലെയാ. എന്റെ തിരുപ്പുറം കുണ്ട്രം അങ്ങനെ സംസാരിക്കരുത്. തിരുപ്പുറം കുണ്ട്രം അല്ലടവേ, പിന്നെ പളനി. അത് തന്നെ. പളനി ഒരു കാര്യം ചോദിക്കും, പളനിയുടെ അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് സേലം. ഹലോ, അപ്പൊ പെങ്ങളെ പേരെന്താണ്? കാമാക്ഷിപുരം. വൈഫിന്റെ പേര് മാഹി. നിങ്ങളെ സ്ഥലം എവിടെയാണ്? നിങ്ങളെ രവികുമാർ. സ്ഥലത്തിന്റെ പേര് രവികുമാർ. സൂപ്പർ കേട്ടോ, നല്ല ലോജിക്ക് ഉണ്ട്. അപ്പോ എന്തായാലും ഈ കപ്പൽ മുങ്ങാണ്. അപ്പൊ അവസാനം കൂടെ കയറി കൂടെ മുങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് അന്ത്യകർമ്മങ്ങൾ യഥാവിധി ചെയ്യുക എന്നുള്ളത്. പക്ഷേ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന നിന്റെ ചിട്ടയും സർവോപരി നാരിയുമായ നിന്റെ തന്തയുടെ ശവം കത്തിയ ചാരവും എല്ലും പൊടിയും ഈ മണൽത്തിട്ടയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരുപാട് മഹാന്മാരുടെ ശേഷക്രിയേറ്റു വാങ്ങി ഈ മണൽത്തിട്ട മണപ്പള്ളി മാധവൻ നമ്പ്യാർക്ക് ജന്മങ്ങൾ ജനിച്ചു ഭരിച്ചാലും തീണ്ടാപ്പാടകലാണ്. അതുകൊണ്ട് നീ പോയി കന്നിക്കോളിലുള്ള തെങ്ങിന് തടമിട്ടി ഈ ചാരമലട്ട് മൂട്. നീ പോടാ മോനെ ദിനേശ. ഞാൻ തിരിച്ചു പോകുന്നു. ഈ മൺകുടം
തിരകടാത്തൊരു വിളക്കിന് മുമ്പിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടൊരു ജന്മം തന്ന ഒരാൾ മരണം. അന്ന് അയാൾക്കത് സംഭവിക്കുമ്പോൾ നീ കുടവുമായി ഇവിടെ വരും. അന്ന് ഞാനും ഉണ്ടാവും. ഇതിൽ ശേഷിക്കുന്നത് ഈ കടലിൽ കൊടുക്കാം. അല്ല ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം അല്ല, അത് പറഞ്ഞപ്പോ ഒന്ന് തിരിച്ചങ്ങ് പറഞ്ഞു. സംഭവമൊന്നുമില്ല. ഇപ്പൊ വലിയൊരു സംഭവമായിട്ടല്ലോ. സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും അവിയലും സാമ്പാറും എല്ലാം പോലെ ഒന്നും യോജിക്കാത്ത പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത്. അത് ചെയ്യാനുള്ള വേദിയും അതാണ് ഞങ്ങളുടെ ചങ്കൂറ്റവും. ഒന്നും കൂടെ റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് സ്റ്റാർ മാജിക്. ഇതാണ് അമരത്തിലെ മമ്മൂക്കയുടെ ഏറ്റവും കയ്യടി മേടിച്ച സെന്റിമെന്റ് സീൻ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. നല്ലൊരു കയ്യടി കൊടുക്കാം. നല്ലൊരു അപ്ലാസ്. അതെ, ഇത് അമരൻ സിനിമയിലെ സീനല്ല ഞാൻ ചെയ്തത്. നമ്മുടെ കടപ്പുറത്ത് ഒരുപാട് മാലിന്യങ്ങൾ വരുമ്പോ തിര വന്നെടുത്തോണ്ട് പോകും. പക്ഷെ ഈ ഫ്ലോറിൽ മാലിന്യങ്ങൾ അടിച്ച് ചളി അടിച്ചു കഴിഞ്ഞാലേ അത് കോരിക്കൊണ്ട് കളയാൻ വേണ്ടി ഞാൻ തടുത്തു വന്നതാണ്. വിളിക്കുന്നതെന്താ? ആര്? കടലമ്മയാണ്. കടലമ്മയല്ല, പ്രൊഡ്യൂസറാ വിളിക്കണ. പരിപാടി നിർത്തിക്കോളാൻ. കടലമ്മയല്ല, ആൾക്കാർ നമ്മളെ അമ്മയ്ക്ക് വിളിക്കുന്നത്. വാ പോവാം. ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ കടൽ എപ്പിസോഡ് കേട്ടോ. കംപ്ലീറ്റ്ലി ഒരു കടൽ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരും ട്രൈ ചെയ്യാത്ത നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എളിയ ട്രൈ. അതിന്റെ ഇടയിൽ പുതിയൊരു നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു പുതിയ അശോകൻ ചേട്ടൻ ഫ്രം അവർ സ്റ്റാർ മാജിക് ടീം. പക്ഷേ കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ. ആശോനല്ല, ആശോനല്ലേ? അമരത്തിലെ കടപ്പുറത്തിന് ഉത്സവമായി ചാകര, തെരപ്പുറത്തിന് മത്സരമായി ചാകര. 10ാം ക്ലാസ് ചോദിച്ചപ്പോ അച്ഛനും മകളും കടാപ്പുറം കടാപ്പുറം കഴിച്ചല്ലേ. ഞാനോട് ഉണ്ടായിരുന്നു നമ്മാരെ നോക്കാൻ. ആൻഡ് ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഓൾ ടോട്ടലി ഒരു കടൽ തീമിൽ നമ്മുടെ ഇൻട്രോ ഇഷ്ടായോ? സൂപ്പർ. ഓക്കേ, ജാഫർക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. കോംപ്ലിമെന്റ് ചെയ്ത് പല ക്യാരക്ടേഴ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നിഷ്ടമില്ലാതെ മോഹൻലാലിന് എനിക്ക് വേണേ കത്തി ഞങ്ങൾ പുറത്തുനിന്ന് കുത്തി തരാം. മമ്മൂട്ടിയുടെ പേയ്മെന്റേ ഉള്ളൂ. അതെ ലക്ഷ്മി, ഇത് നമ്മള് ചുമ്മാ ഇത് കളിച്ചിട്ട് അയ്യോ ഇത് ചീറ്റി ഇതൊന്നും അല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും പെർഫോം ചെയ്ത് കണ്ടില്ലേ. നമ്മള് ഇത് അനുകരണ കലയല്ലേ മണേ. അപ്പൊ അതിനകത്ത് കുറെ വരുമ്പോഴാണ് പിന്നെ ചെയ്യാനുള്ള പരിമിതിയൊക്കെ ഉണ്ട്. സ്റ്റാർ മാജിക്കിന് ഇനിയിപ്പോ വേറെ ഒരു പേരൊന്നും ഇടണ്ട. അത്രയും വിജയിച്ചിരിക്കുന്ന ഒരു പരിപാടിയാ. അപ്പൊ അതിനകത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ടോട്ടലി അടിപൊളിയായിരുന്നു കേട്ടാ. കാര്യം പറയണ കാര്യം പറയണം. ചേട്ടാ തൊപ്പി നോക്കിട്ടാ. അല്ല, അതാണ് ഞാൻ ചോദിക്കണേ, ഈ കടപ്പുറത്ത് പുട്ടുറുമിസ് എന്തിനു വന്നു? ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ കിടക്കൻ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇത് സ്റ്റാർ മാജിക്. ഇനി ശരിക്കും പവർ കൂടാണ് മോനെ.